നൽകുവാൻ ആ ആഗ്രഹം സഫലമാക്കുവാൻ AICCക്ക് ഇനി കഴിയും. പടം നയിച്ചവൻ തന്നെ ഭരിക്കട്ടെ എന്നാണ്, നേതൃത്വം നൽകട്ടെ എന്നാണ്. അടുത്ത മുഖ്യമന്ത്രി KC വേണുഗോപാലോ അതോ VD സതീശനോ എന്നുള്ളൊരു ചോദ്യത്തിനൊക്കെ ഏകദേശം കുറച്ച് ആൻസറൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം വരുന്ന നിലവിലെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശനെ തഴഞ്ഞിട്ട് KC വേണുഗോപാലിനെ CM ആക്കാനുള്ള പരിപാടി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കാണിച്ചത് അങ്ങേറ്റത്തിൻ്റെ ഇതരമാണ്. കാരണം VD സതീശനെ കണ്ടുകൊണ്ട്, VD സതീശൻ്റെ നിലപാടുകൾ കണ്ടുകൊണ്ട്, VD സതീശൻ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ ഏകദേശം 90% ആളുകളും VD സതീശൻ്റെ നിലപാടുകളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഈ 102 സീറ്റുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇപ്പം KC വേണുഗോപാലിൻ്റെ പേര് പറയുന്ന ആളുകൾ ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ UDFന് ഈ പറഞ്ഞിട്ടുള്ള VD സതീശൻ കൊടുത്തിട്ടുള്ളൊരു എനർജിയുണ്ട്. അതൊരിക്കലും അത് വായിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും VD സതീശൻ തന്നെ ആവണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വേറൊന്നുമല്ല, ഈ പറഞ്ഞ പടം നയിച്ച ആൾ തന്നെ ഭരിക്കട്ടെ. പിന്നെ ഈ പറഞ്ഞതുപോലെ അതിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മണ്ണും ചാരുന്നവൻ പെണ്ണും കൊണ്ടുപോയെന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതാണിപ്പോൾ ഇവിടെ കാണുന്നത്. ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള AICCയുടെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇതൊക്കെ MLAമാരെ ഇതൊക്കെ എടുത്തുകൊണ്ട് പോയല്ലോ. MLAമാർ 60 MLAമാർ 63 MLAമാർ ആരെയൊക്കെ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു ലിസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോയല്ലോ. അതിനകത്ത് ഭൂരിഭാഗം MLAമാരും KCയെ പിന്തുണച്ചുകൊണ്ടാണ് ഇത് വോട്ട് ചെയ്തേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ നന്ദികേടല്ലേ കാണിച്ചേക്കുന്നത്. അതിനകത്ത് ഇപ്പം ലിസ്റ്റിൻ്റെ പേര് വന്നേക്കുന്നത്, അതിനകത്ത് സന്ദീപ് വാര്യരുടെ പേരുണ്ട്, അതുപോലെ D സിദ്ദീഖിൻ്റെ പേരുണ്ട്, പിന്നെ സണ്ണി ജോസഫ് വരെ കൂടെ നിന്നിട്ട് കാലുവാരി എന്നാണെങ്കിൽ പറയാം. സണ്ണി ജോസഫ് വരെ KCയെ പിന്തുണച്ചുകൊണ്ടാണ് AICCക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഇവിടെ ഈ 63 MLAമാരുടെ അവർ തീരുമാനിക്കുന്ന ആളെയെ കേരളത്തിൻ്റെ CM ആക്കുമെന്ന് പറഞ്ഞു. ഇവരെ ആരാണ് ഇവിടെ പിടിച്ച് കയറ്റിയിരുത്തിയത്, കസേരയിൽ ജയിപ്പിച്ച് വിട്ടേക്കുന്നത്? ജനങ്ങളല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തീരുമാനിക്കേണ്ട കേസാണ്. ജനങ്ങൾ തീരുമാനിക്കണം ജനങ്ങൾക്ക് ആരെ വേണം, ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് അല്ലെ MLA ആയിട്ട്. പിന്നെ ജനങ്ങൾ ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇലക്ഷൻ നടത്തി വോട്ട് പിടിച്ച് ജനങ്ങളടുത്ത് ചോദിക്കുന്നത്? ചുമ്മാ അവരവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ പിടിച്ചങ്ങോട്ട് വെച്ചാൽ പോരെ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ മുഖ്യമന്ത്രി ആരാവണമെന്നതും ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് മാത്രമേ തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഇപ്പം തന്നെ നമ്മൾ കണ്ടിരിക്കുക, കേരളത്തിൽ 90% ആളുകളും VD സതീശനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്തൊരു പ്രതിഷേധങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ 1-2 പോസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. ആരാവണം മുഖ്യമന്ത്രി, VD സതീശനോ അതോ KC വേണുഗോപാൽ ആവണോ എന്നോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനിവിടെ ഇവിടെ VD സതീശൻ ഏറ്റവും കൂടുതൽ 90% ആളുകളും VD സതീശനെ അനുകൂലിച്ചാണ് ഇവിടെ രംഗത്ത് വരുന്നത്. വെറും ഒരു 10% ആളുകൾ മാത്രമേ, എനിക്ക് തോന്നുന്നത് MLAമാരെല്ലാം കൂടെയാണെന്ന് തോന്നുന്നു, ഈ പറഞ്ഞിട്ടുള്ള KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് വരുന്നത്. അപ്പം മലപ്പുറം സുൽത്താൻ എന്ന് പറഞ്ഞൊരു ഒരു പേജിൽ നിന്ന് പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ, 63 MLAമാരിൽ 50 പേരുടെ പിന്തുണ വേണുഗോപാലിനുണ്ടെന്ന് ഏഷ്യനെറ്റ് വാർത്തയിൽ പറയുന്നതാണ്. ഏഷ്യനെറ്റിനകത്ത് മാത്രമല്ല, ഒട്ടുമിക്ക ചാനലുകളിലും പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത വേണുഗോപാലിന് വേണ്ടി കൈപൊക്കാനല്ല ഈ 50 പേരെ ജനങ്ങൾ വിജയിപ്പിച്ചത്. ശരിയല്ലേ? അവരെ വിജയിപ്പിച്ചത് ജനങ്ങളാണ്. അപ്പം ഈ മുഖ്യമന്ത്രി, അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവണം എന്നതിന് ജനങ്ങളാണ് അതിന് മറുപടി പറയേണ്ടത്. ജനങ്ങളെ മറുപടിയാണ് സ്വീകരിക്കേണ്ടത്, AICC സ്വീകരിക്കേണ്ടത്. പിണറായിയെ പുറത്താക്കി പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തത്. വളരെ ശരിയല്ലേ? വേണുഗോപാലിന് വേണ്ടി കൈപൊക്കി നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ നിങ്ങൾ വഞ്ചിച്ചാൽ പിന്നെ കേരളം മറ്റൊരു രാജസ്ഥാനാകും. ഉറപ്പായിട്ടും എന്തായാലും കാലാകാലങ്ങൾ ഭരിക്കാൻ പോകുന്നില്ല. അടുത്ത 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അതിന് തിരിച്ചടി കൊടുത്തിരിക്കും. ജനങ്ങൾ മറക്കാൻ പോകുന്നില്ല. ഉറപ്പായിട്ടും തിരിച്ചടി കൊടുത്തിരിക്കും. ഈ ജയിപ്പിച്ചു വിട്ട MLAമാരെ എല്ലാം വീട്ടിലെത്തുന്ന രീതിയിൽ ജനങ്ങൾ തിരിച്ചടി കൊടുക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല.
താഴോട്ട് പോയ രാജസ്ഥാനിലെ പാർട്ടിയെയും സംഘടനയെയും ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഹൈക്കമാൻഡ് യുവാവായ സച്ചിൻ പൈലറ്റിനെ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാക്കി നിയമിച്ചത്. അയാളുടെ പ്രവർത്തന മികവിലും വ്യക്തി പ്രഭാവത്തിലും കോൺഗ്രസ് വീണ്ടും ശക്തി പ്രാപിച്ചു. തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും സച്ചിൻ പൈലറ്റിനോട് നയിക്കാൻ ആവശ്യപ്പെട്ടു. അയാൾ അതും വിജയകരമായി പൂർത്തീകരിച്ചു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ യുവാവും മികച്ച വ്യക്തിത്വവുമുള്ള സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ജനങ്ങൾ കോൺഗ്രസിന് ആവേശപൂർവ്വം വോട്ട് ചെയ്തു. കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് തൻ്റെ വിശ്വസ്തർക്ക് സീറ്റുകൾ കൊടുത്ത് ആദ്യമേ തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ചിരുന്നു. സച്ചിൻ പൈലറ്റിനെ സംബന്ധിച്ച് ജയിച്ച MLA-മാരൊക്കെ കോൺഗ്രസിൻ്റെ MLA-മാർ ആയിരുന്നു. എന്നാൽ അവരൊക്കെ ഗെഹ്ലോട്ടിൻ്റെ MLA-മാർ ആയിരുന്നു. അവരെ മനസ്സിലാക്കുന്നതിൽ യുവാവായ സച്ചിൻ പൈലറ്റ് അന്ന് പരാജയപ്പെട്ടു. കൈപൊക്കികളുടെ ബലത്തിൽ കുറുക്കൻ ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായി. ഇതിൽ നിരാശരായ കോൺഗ്രസിന് വോട്ട് ചെയ്ത ജനങ്ങൾ കോൺഗ്രസ് വിട്ടു. പിന്നീട് അവിടെ കാണുന്ന BJP-യുടെ തേരോട്ടമാണ്. വളരെ ശരിയല്ലേ? കറക്റ്റായിട്ടുള്ള കാര്യമല്ലേ? ഇതാണ് ഇനി ഇവിടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം VD സതീശന് മുഖ്യമന്ത്രി കസേര കൊടുക്കാതെ KC വേണുഗോപാലിന് കസേര കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. വേണുഗോപാലിന് വേണ്ടി കൈപൊക്കാൻ പോകുന്ന MLA-മാർ രാജസ്ഥാനെ മനസ്സിൽ ഓർത്താൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു പോസ്റ്റും കൂടെ ഞാനിവിടെ വായിക്കാം. ജിതേഷ് ഏറാലി എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് പോസ്റ്റ് ചെയ്തേക്കുന്നതാണ്. UDF നേടിയ ഗംഭീര വിജയത്തിൻ്റെ ശോഭ കെടുത്തിയ 2 പേർ ഇവരാണ്. 2 പേര് പോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയും അതുപോലെ KC വേണുഗോപാൽ. ഇവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷം ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് പണിയെടുത്ത് ഈ UDF-ന് 102 സീറ്റ് വിജയം ഉറപ്പിച്ച് നേടിക്കൊടുത്ത VD സതീശൻ നിങ്ങൾ മുഖ്യമന്ത്രി ആയിക്കോ എന്ന് വേണമെങ്കിൽ KC വേണുഗോപാലിന് പറയാമായിരുന്നു. അല്ലെ തന്നെ ഈ KC വേണുഗോപാലിന് എന്തിൻ്റെ ഏടാണ്? പുള്ളിക്ക് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? എന്താണ്? പുള്ളിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അന്ന് കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഇയാൾക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അതുപോലെ രമേശ് ചെന്നിത്തല ഇവർക്ക് പറയാന്നേ ഉള്ളൂ. UDF നേടിയ ഗംഭീര വിജയത്തിൻ്റെ ശോഭ കെടുത്തിയ ഈ 2 പേർ ഇവരാണ്. എനിക്കൊന്ന് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് KC വേണുഗോപാലിനെ കോൺഗ്രസ് പ്രവർത്തകരും കേരളത്തിലെ ജനങ്ങളെല്ലാം വെറുത്ത കഴിഞ്ഞ 2 ദിവസം. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വെറുപ്പ് സമ്പാദിച്ച വ്യക്തി KC വേണുഗോപാൽ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അല്ലേ? പാർട്ടിയെ ജയിപ്പിക്കാൻ അഹോരാത്രം അധ്വാനം ചെയ്ത് പ്രവർത്തകരെ വീണ്ടും തെരുവിലിറക്കിയത് ഇവരാണ്. അല്ലാതെ ഇപ്പം VD സതീശനാണെന്ന് പറയുന്നുണ്ട്. VD സതീശനല്ല, ഇവരാണ്. കേരളത്തിലെ ജനങ്ങളെ പൾസ് അറിഞ്ഞിട്ട് വേണം പ്രവർത്തിക്കാൻ. അല്ലേ ഉണ്ടല്ലോ, രാജസ്ഥാനിൽ സംഭവിച്ചത് ഇവിടെ സംഭവിക്കും. 5 കൊല്ലമാണ്. 5 കൊല്ലം എന്ന് പറഞ്ഞാൽ പറയുന്നതിന് പോകും. പക്ഷെ 5 കൊല്ലം കഴിഞ്ഞിട്ട് ജനങ്ങൾ തിരിച്ചടി കൊടുക്കും. നേരെ വിപരീതമായിട്ടാണ് വരുന്നതെങ്കിൽ ഒരു നമ്പർ പറയാൻ ഈ 2 അധികാരമോഹികൾ തയ്യാറായിരുന്നുവെങ്കിൽ കോൺഗ്രസിനും UDF-നും നേടിയ ജയത്തിൽ വീണ്ടും തിളക്കം കൂട്ടാൻ കഴിഞ്ഞേനെ. VD സതീശന് വേണ്ടി കേരളം ഒന്നാകെ ആഗ്രഹിക്കുമ്പോൾ ഇവർ 2 പേരും മുഖ്യമന്ത്രി കസേരയിൽ കണ്ണും വെച്ച് നെറികെട്ട കളി കളിക്കുമ്പോൾ നഷ്ടം പാർട്ടിക്ക് മാത്രമാണ്. ശരിയല്ലേ? പാർട്ടിക്ക് മാത്രമാണ് നഷ്ടം. നീ നോക്കൂ, ഇവർക്ക് വേണേൽ പറയായിരുന്നു VD സതീശൻ എടുത്തോട്ടെ, പാർട്ടിയെ നയിച്ചൊരു വ്യക്തിയല്ലേ, ഇത്രയും കഷ്ടപ്പെട്ടൊരു വ്യക്തിയല്ലേ, പുള്ളി മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പ്രതിപക്ഷ നേതാവല്ലേ, പുള്ളി മുഖ്യമന്ത്രി ആയിക്കോട്ടെ എന്ന് ഈ 2 വാഴകൾക്കും പറഞ്ഞൂടെ? ഓക്കെ, ഞാൻ ഇനി ഇവിടെ ഒരു നട്ടലിൽ പണയം വയ്ക്കാത്ത ഒരാളുടെ വീഡിയോ വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ജനം പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം കൈവരിച്ച ഈ കേരളത്തിൽ ജനം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു മുഖ്യമന്ത്രിയെ AICC നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. വലിയ പ്രതിഷേധങ്ങളൊക്കെ തെരുവിൽ നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാണ്ട് നോക്കേണ്ടത് AICC-യുടെ ഉത്തരവാദിത്തമാണ്. ഒരു താക്കീതുമല്ല, അതിനുള്ള ഒരാളല്ല ഞാൻ. കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ്, ഒരു മുൻ MLA ആണ്. ആ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആർക്കാണ് കൂടുതൽ പിന്തുണ എന്ന കാര്യമൊന്നും എനിക്കറിയില്ല, അതെന്റെ വിഷയമല്ല. കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് UDF-ന് 102 വോട്ട് 102 MLA-മാരെ സമ്മാനിച്ചത്. അപ്പം നല്ലൊരു സദ്ഭരണം നൽകുക, അത് നയിക്കാൻ പറ്റുന്ന രീതിയിൽ കേരളം ആഗ്രഹിക്കുന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കുക. ഈ ജനങ്ങളും താങ്കളുടെ പഴയ കൊലീഗ്സ് ആയിട്ടിരിക്കുന്ന MLA-മാർ, ഇപ്പോഴത്തെ MLA-മാർ, അവരായിട്ട് വല്ല സിങ്കർണൈസേഷൻ ഉണ്ടോ? അതോ വ്യത്യാസം തോന്നുന്നുണ്ടോ? താങ്കൾ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. അല്ല, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. എല്ലാവരുടെ മനസ്സിൽ കേരളത്തിന് ഇഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രി നൽകണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ.
എല്ലാവരും ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളിനെയാണോ താല്പര്യപ്പെടുന്നത്? അല്ല, നമ്മളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നല്ല ഒരു മുഖ്യമന്ത്രിയെ നൽകണമെന്നുള്ളതാണ് ജനം ആഗ്രഹിക്കുന്നത്. വേണ്ടി തന്നെയാണ്. അത് AICC തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ല, ആരും മികച്ചതല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും മികച്ചവർ തന്നെ. പക്ഷെ കേരളത്തിന്റെ പൾസ് മനസ്സിലാക്കിയിട്ട് വേണം AICC തീരുമാനമെടുക്കാൻ. ഈ പൾസ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ ആത്മഹത്യ ചെയ്യാൻ പെട്രോൾ ഒഴിക്കുന്ന തരത്തിലേക്ക് വരെ അണികൾ ഇറങ്ങിയിട്ടുണ്ട് തെരുവിലേക്ക്. അതൊരു അങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? ആ വിഷയത്തിന് അത് കുറച്ചുകൂടി ഒന്ന് മയപ്പെടുത്താൻ നേതാക്കൾ വിചാരിച്ചാൽ കഴിയില്ലേ? പ്രവർത്തകർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിജയമാണിത്. എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കി ഉണ്ടാക്കിക്കൊടുത്ത ഒരു വിജയമാണ്. ജനങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. അത് നൽകുവാൻ, ആ ആഗ്രഹം സഫലമാക്കുവാൻ AICCക്ക് ഇനി കഴിയും. പടം നയിച്ചവൻ തന്നെ ഭരിക്കട്ടെ എന്നാണ്, നേതൃത്വം നൽകട്ടെ എന്നാണ്. കണ്ടല്ലേ, ചങ്കൂറ്റത്തോടു കൂടി ഇതുപോലെ നട്ടലോടുകൂടി തുറന്നു പറയാൻ ഉള്ളൊരു മനസ്സുണ്ടല്ലോ. ആ മനസ്സാണ് മറ്റുള്ള ആളുകൾക്ക് ഇല്ലാതെ പോയത്. അവസാനം പട നയിക്കുന്നവൻ തന്നെ ഭരിക്കട്ടെ എന്നുള്ളൊരു ചോദ്യത്തിന് തലയാട്ടിയുണ്ടല്ലോ. ആ തലയാട്ടലിൽ തന്നെ എല്ലാം ഉണ്ട്. VD സതീശന് പോകുന്ന പിന്തുണയായിട്ടാണ് ഇയാൾ വന്നേക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പടം നയിച്ച ആൾ തന്നെ ഭരിക്കട്ടെ, അല്ലേ? പിന്നെ ഇപ്പം തന്നെ VD സതീശന് എനിക്ക് തോന്നുന്നു CPM അനുകൂലികളായിട്ടുള്ള ആളുകൾ വരെ VD സതീശൻ്റെ വാഗ്ദാനങ്ങൾ കണ്ടിട്ടും VD സതീശൻ്റെ നിലപാടുകൾ കണ്ടിട്ടും UDFന് വോട്ട് ചെയ്ത് എത്ര ആളുകളുണ്ട്, അല്ലേ? അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞുള്ള VD സതീശൻ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ സഫലീകരിക്കണമെങ്കിൽ, അതൊക്കെ പ്രാവർത്തികമാവണമെങ്കിൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആയി വന്നാൽ മാത്രമേ അതൊക്കെ നടപ്പാകാൻ പോകും. അല്ലെങ്കിൽ വേറെ ഈ പറഞ്ഞിട്ടുള്ള KC വേണുഗോപാലിനെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഇവരൊക്കെ വരുന്ന സമയത്ത് ഇവരൊക്കെ ഉണ്ടല്ലോ, കയറി ഇരുന്ന് കഴിഞ്ഞ് വിട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ പറയും, ഞാനാണോ നിങ്ങൾക്ക് വാഗ്ദാനം തന്നത്? അത് വാഗ്ദാനം തന്ന ആളുകളോട് പോയി ചോദിക്കാൻ പറയും. അങ്ങനെയുള്ള ആളുകളാണ് ഈ ടീമുകളൊക്കെ, അല്ലേ? കണ്ടിട്ടില്ലേ, കസേരയ്ക്ക് വേണ്ടി അടി കൂടുന്നു. പട നയിച്ച ആൾക്ക് കസേര ഒഴിഞ്ഞു മാറി കൊടുക്കാതെ അയാൾ മുഖ്യനായിക്കോട്ടെ, അയാൾ ഇത്രയും കഷ്ടപ്പെട്ട് 5 കൊല്ലം കഷ്ടപ്പെട്ട് എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി മാറിക്കൊടുക്കാത്ത ആളുകൾ നാളെ ആ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കുമ്പോൾ ഇതുപോലെ പറയത്തില്ലേ, ജനങ്ങളോട് ഇതുപോലെ പറയും, ഞാനല്ലല്ലോ വാഗ്ദാനം തന്നെയെന്ന് പറയും. അപ്പോൾ എന്തായാലും പടം നയിച്ച ആൾ തന്നെ മുഖ്യമന്ത്രി ആവട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോയിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനലും കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.